എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയെങ്ങിനെയാണ്. ജിയെങ് ഭയങ്കര ദേഷ്യത്തില് അടിച്ചോണ്ടിരിക്കുകയാണ്. മറ്റാരെയല്ല, ഉണക്കമീനിനെ അടിച്ച് പരത്തി അവൾ അതിനെ ഒരു പരുവാക്കുന്ന കണ്ടു നിൽക്കുന്ന കിച്ചണിലെ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് ജസ്റ്റ് മീൻ അടിച്ച് പരത്തല്ല, മറിച്ച് എന്തോ ഒരു കാര്യത്തിലുള്ള ദേഷ്യം തീർക്കാണെന്ന്. യോ, ഇങ്ങനൊന്നും അതിനെ ഇട്ട് അടിക്കല്ലേന്ന് കണ്ടു നിന്ന് ആരോ പറയുമ്പോ ഒരൊറ്റ തുറിച്ചു നോട്ടമായിരുന്നു. അവളുടെ നോട്ടം കണ്ടേ അവര് പേടിച്ചുപോയി. അവൾക്ക് എന്താ ബാധ കയറിയോ, എന്താ പറ്റിയതൊന്നും അവർക്കൊരു പിടുത്തമില്ല. അടിച്ച് പരത്തിയിട്ടും ദേഷ്യം തീരാതെ ആ ഉണക്കമീനിട്ട് പിച്ചി കീറിക്കൊണ്ടിരിക്കുകയാണ് ജിയെങ്. അവൾ ഈ ചെയ്യുന്നതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അവളെ ഹ്യോൺ കിസ് ചെയ്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ്. ഹ്യോൺ അങ്ങനെ ചെയ്തതോ അവൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നോ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. എന്തായാലും ഹ്യോണിനോട് ദേഷ്യം ഉണ്ടെങ്കിലും ഇല്ലേലും അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അങ്ങനെ ഹ്യോണിനുള്ള ഫുഡ് തയ്യാറാക്കി കൊണ്ടു കൊടുക്കാനായി ജിയെങ് പോകുമ്പോ ഹ്യോൺ അപ്പോഴും തലയിൽ കൈ വെച്ച ഒരു ഇരിപ്പാണ്. അവന് കഴിഞ്ഞ ദിവസം നടന്ന ഒന്നും തന്നെ ഒരു ഓർമ്മയില്ല. ഒരുപാട് ഡ്രിങ്ക്സ് അടിച്ച് ഇറങ്ങി പോയിരുന്നല്ലോ. അതിനുശേഷം ഉണർന്നിട്ടും ആ ഒരു ഹാങ് ഓവർ മാറാതെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും നടന്ന കാര്യങ്ങൾ അവൾക്ക് നന്നായി ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ചുണ്ടൊക്കെ ഒരുമാതിരി ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് നിൽക്കുകയാണ്. ആദ്യം ഹ്യോണിന് കൊടുക്കുന്നത് ഒരു സൂപ്പാണ്. തലേ ദിവസം അടിച്ച ഒരു ഡ്രിങ്ക്സിന്റെ ഹാങ് ഓവർ മാറാനായിട്ട് നല്ല സൂപ്പാണെന്ന് പറഞ്ഞത് കൊടുക്കുമ്പോൾ എപ്പോഴും ഹ്യോണും മുത്തശ്ശിയും ഒക്കെ കഴിക്കുന്ന ഫുഡ് ടേസ്റ്റ് ചെയ്യാനായി അവർക്ക് ഒരു സ്റ്റാഫ് കാണും. ആ ലേഡി ആ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്ന ടീം ഹ്യോൺ അത് എടുത്തു കുടിക്കുന്നു. ഹ്യോൺ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതിന്റെ റെസിപ്പി ഹ്യോൺ ചോദിക്കുന്ന ടീം ഹ്യോണിനോടുള്ള കലിപ്പില് ഭയങ്കര ദേഷ്യത്തിലാണ് അതിന് മറുപടി ജിയെങ് പറയുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഉണക്കമീനെ എടുത്ത് ഒടിച്ച് പരത്തി വലിച്ച് കീറി എന്നിങ്ങനെ അവൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അവളുടെ വർത്താനം കേൾക്കുന്ന ഹ്യോണിന് ഇവൾ എന്തോ ഒരു കലിപ്പുള്ളി വെച്ചാണല്ലോ പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുന്ന ടീമാണ് അവന് കഴിഞ്ഞ ദിവസം നടന്നത് ലൈറ്റായിട്ട് ഓർമ്മ വരുന്നത്. എന്തോ ഇവള് ഞാൻ ചെയ്തല്ലോ, അതിന്റെ കലിപ്പല്ല ഇവൾക്കെന്ന് മനസ്സിലാക്കുന്ന ഹ്യോൺ മറ്റുള്ളവരെ പറഞ്ഞു വിട്ട് ജിയെങ്ങിനോട് തനിയെ സംസാരിക്കുന്നു. ഇന്നലെ എന്താ നടന്നത്, ഞാൻ നിന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. മോശമായിട്ട് വല്ലതും പെരുമാറിയോന്നോ? ഞാൻ ഏതാണ്ട് നിങ്ങളുടെ ഭാര്യയാണെന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം. എന്നെ അടുത്ത് പിടിച്ചിരുത്തി വിടാതെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരു സംസാരിക്കാണ്. ആ ഒരു കിസ് ചെയ്തു എന്ന കാര്യം അങ്ങനെ എടുത്ത് പറയാതെ അവളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേൾക്കുന്ന ഹ്യോണിന് ചിരിയാണ് വരുന്നത്. അങ്ങനൊക്കെ ചെയ്തോ എന്ന് അവൻ ചോദിച്ചോണ്ടിരിക്കുന്നു. അല്ല, നിങ്ങളുടെ വർത്താനം കേട്ടാല് ഞാൻ ഏതാണ്ട് അങ്ങോട്ട് വന്ന് ചെയ്ത കണക്കുണ്ടല്ലോ, ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയെന്നും പറഞ്ഞ് ഓരോ തോന്നിയ ദിവസങ്ങൾ എന്റെ അടുത്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നാണോ സംസാരിക്കുന്നതെന്ന് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഹ്യോണിനോട് അവൾക്ക് യാതൊരു താല്പര്യം ഇല്ല എന്നും വ്യക്തമാക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് ഹ്യോൺ പറയുമ്പോൾ ഇനി ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തരുതെന്ന് പറഞ്ഞ ദേഷ്യത്തില് ജിയെങ് അവിടെ നിന്ന് പോകുമ്പോൾ ഷോ ഞാൻ ചെയ്തത് മോശമായല്ലോ, അവള് നല്ല കലിപ്പിലാണല്ലോ എന്നല്ല ഹ്യോൺ ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഞാനെന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്, അവൾ എന്റെ കുക്കല്ലേ, അപ്പൊ ഞാനെന്തിനാ അവൾക്ക് ദേഷ്യമായെന്നും പറഞ്ഞ് ഇങ്ങനെ പേടിക്കുന്നത്, അവള് ദേഷ്യപ്പെട്ടെ എന്ന് മട്ടില് അവനും ഇരിക്കുന്നു. എന്നാലും ആ ടീം മറ്റേ ആ ഒരു സ്റ്റാഫ് ഹ്യോണിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ അങ്ങനൊക്കെ ചെയ്തിരുന്നോ എന്ന് ഹ്യോൺ അവരോട് ചോദിക്കുന്നുണ്ട്. ചെയ്തു, രാജാവ് ബോധമില്ലാതെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലത് മോശമായി പോയില്ലെന്നില്ല അയാൾ പറയുമ്പോൾ എന്തായാലും അയാൾ ഹ്യോണിന് ഇതുവരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്, ഹ്യോണിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടാതെ ഇയാൾ ജിയെങ്ങിനെയും മുന്നേ കുക്കിംഗ് കോമ്പറ്റീഷന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തല്ലോ, അപ്പൊ നല്ലൊരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴേക്കും ഹ്യോണിന്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്ന ജിയെങ് വഴിയിൽ വെച്ച് ഗോങ്ങിനെ കാണുന്നു. ആദ്യം ഇത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല, പക്ഷെ പിന്നീട് അവന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അന്ന് ജയിലിൽ കിടന്ന് ജിയെങ്ങിനെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയപ്പോ പ്രത്യേക രീതിയിലൊക്കെ ആക്ഷൻ ഒക്കെ കാണിച്ചിരുന്നില്ല. അതൊക്കെ കാണിക്കുമ്പോൾ അന്ന് എന്നെ പറ്റിച്ച കണക്ക് ഇപ്പൊ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, ഞാനിപ്പോ ഈ റോയൽ കിച്ചണിലെ ഏറ്റവും റോയൽ ആയ ഷെഫാണ്, അതുകൊണ്ട് ഒന്ന് പേടിച്ചൊക്കെ നിന്നോന്ന് അവൾ പറയുമ്പോഴേക്കും അയ്യോ ശരി മാഡം, പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ വന്നത് നിങ്ങളുടെ കൂടെയുള്ള ഗിൽഗുവിന്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം അവളെ ആരും അറ്റാക്ക് ചെയ്തിരുന്നല്ലോ, അവളോടൊന്ന് സൂക്ഷിച്ചോന്ന് പറഞ്ഞേക്കുന്ന ഗോങ് പറയുമ്പോ നിങ്ങളായിരുന്നു അല്ലേ അവളെ ഹെൽപ്പ് ചെയ്തത്, ശരി എന്താ കൂടുതൽ കാര്യങ്ങളും എല്ലാം അറിയാവോ, ആരും അറ്റാക്ക് ചെയ്തതെന്ന് അറിയാമോന്നല്ല ജിയെങ് ചോദിക്കുമ്പോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്ന് സൂക്ഷിച്ചേക്കെന്ന് പറഞ്ഞ് ഗോങ് അവിടെ നിന്ന് ചാടി മറിഞ്ഞു പോകുമ്പോഴേക്കും അവന്റെ ആക്ഷൻ ഒക്കെ കാണുന്ന ജിയെങ്ങിന് ഈ കൊട്ടാരത്തിലുള്ള ഓരോ പിരി പോയതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ നിന്ന് പോകുമ്പോഴേക്കും മറിഞ്ഞു നിന്ന് ഗോങ് ഒരു കാര്യം ആലോചിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഗിൽഗുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ മോക്ജോന്റെ ആ ഒരു തോഴി ആരും അവിടേക്ക് വരുന്നത് മനസ്സിലാക്കി അവിടെ നിന്ന് പോയെങ്കിലും അവർ കുത്താനായി ഉപയോഗിച്ച് അവരുടെ കൂർത്ത മുനയുള്ള ആ ഒരു ഹെയർ പിന്ന് താഴെ വീണിരുന്നു. അത് ഗോങ് എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. ആ ഒരു ഹെയർ പിന്നിന്റെ തലഭാഗത്തിന്റെ ആ ഒരു ഭാഗം ഊരിയെടുക്കുന്നവൻ മറ്റൊരു ഹെയർ പിൻ കമ്പി അവന്റെ കയ്യിലുള്ളതിൽ സ്റ്റിക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ടും മാച്ച് ആവുന്നുണ്ട്. തുടർന്ന് ഗോങ് ആവട്ടെ ഒരു കാര്യം ആലോചിക്കുന്നു. ഗോങ്ങിന്റെ കുട്ടിക്കാലത്ത് അവന്റെ ഒരേ ഒരു സഹോദരി കൊട്ടാരത്തിലെ ജോലിക്ക് പോയതാണ്, പക്ഷെ പിന്നീട് അവർ ജഡമായാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. അതൊരു കൊലപാതകമാണെന്ന് അറിയാം, പക്ഷെ ആര് എന്തിനെ എന്നൊന്നും തന്നെ ഗോങ്ങിന് അറിയണ്ടായിരുന്നില്ല. അവൻ ഇത്രയും വർഷമായും ആ ഒരു രഹസ്യം കണ്ടെത്താനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. ഇപ്പൊ അവന് കിട്ടിയ ആ ഒരു ഹെയർ പിന്ന് അന്ന് ചേച്ചിയുടെ ജഡത്തിൽ അവൻ കണ്ടെത്തിയ ഹെയർ പിന്നിന്റെ ആ ഒരു സ്റ്റിക്കുമായി മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഹെയർ പിന്നിനും അന്ന് എന്റെ ചേച്ചിയുടെ ജഡത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ആ ഒരു ഹെയർ പിന്നിനും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന് അവന് തോന്നുന്നുണ്ട്. ഹ്യോൺ അമ്മയുടെ കൊലയാളികളെ കണ്ടെത്താൻ അന്വേഷിക്കുന്നത് കണക്ക് തന്നെ ഗോങ്ങും അവന്റെ സഹോദരിയുടെ കൊലയാളികളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇതേ ടീം മോക്ജോ ആട്ടെ കഴിഞ്ഞ ദിവസം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഹ്യോൺ
ഹിയോൺ ഫുഡ് കൊടുക്കാനായി എത്തിയ ജിയങ്ങിനെ കിസ് ചെയ്തു എന്ന രീതിയിൽ അവിടെ തോഴി വഴി ഒരു വാർത്ത കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ മോക്ജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ജിയങ്ങിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഹിയോണിനെ തന്റെ വരുതിക്കാക്കാൻ ശ്രമിക്കുന്നതോറും അവൻ പിടുത്തം വിട്ട് പോവാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന അവൾ എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് തന്നെ ഉറപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹിയോണിന്റെ അടുത്തേക്ക് എത്തുന്ന സോങ് ആകട്ടെ അയൽ രാജ്യത്ത് നിന്ന് അവിടുത്തെ രാജാവിന്റെ ഒരു പ്രതിനിധി എത്തുന്നുണ്ടെന്നും ഇവിടെ നിന്ന് ആ രാജ്യത്തിലേക്കുള്ള ഒരു ടാക്സ് കൂട്ടുന്ന കാര്യത്തെ പറ്റി സംസാരിക്കാനായിട്ടാണ് വരാൻ പോകുന്നതെന്നും പറയുമ്പോൾ ഹിയോൺ അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങള് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കാശ് എന്തിന് അയൽ രാജ്യത്തിന് നൽകണമെന്നൊക്കെ പറഞ്ഞ് ഹിയോൺ അതിൽ എതിർക്കാനായി നോക്കുമ്പോൾ ആക്ച്വലി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഹിയോൺ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹിയോൺ ഒന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ ഇങ്ങനെ ഒരു കാര്യം തന്നോട് വന്ന് പറഞ്ഞ സോങ്ങിനോട് ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയം പടത്തലവൻ ഹിയോണിനെ കാണാനായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിയോണിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ ഹിയോണിന്റെ മുന്നിൽ ഹാജരാക്കാനായി പോയ ഹിയോണിന്റെ ഒരു സ്റ്റാഫ് മിസ്സിംഗ് ആയിരുന്നല്ലോ. ആളെ പറ്റിയുള്ള ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പോയി അന്വേഷിച്ചു വരാമെന്ന് പടത്തലവൻ പറയുമ്പോഴേക്കും സേഫ് ആയി പോയിട്ട് വരാനായി ഹിയോൺ പറയുന്നുണ്ട്. അങ്ങനെ ആ ടീം ഹിയോണിന്റെ അടുത്ത് ആ സ്റ്റാഫ് എത്തി. മോക്ജു ഹിയോണിനെ കാണാനായി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുമ്പോൾ എനിക്കിപ്പോ ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹിയോൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ ടീം മോക്ജു ആട്ടെ ഹിയോൺ തന്നെ കാണാനായി എത്തുമ്പോൾ നല്ല സുന്ദരിയായി ഇരിക്കണം എന്ന ഒരു രീതിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തോഴിയെത്തി ഹിയോൺ വരില്ല എന്ന കാര്യം അറിയിക്കുന്നത്. അത് മോക്ജുവിനെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. കാരണം മോക്ജു വിളിക്കുമ്പോഴൊക്കെ തന്നെ വിളിപ്പുറത്തുണ്ടായിരുന്ന ഹിയോൺ ഇപ്പോൾ അവളെ കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തെങ്കിലും മൈൻഡ് ആകെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്ന ഹിയോൺ അമ്മ അവന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ പറ്റിയും പിന്നീട് അമ്മയുടെ ആ ഒരു അവസാന ദുരിതത്തെ പറ്റിയും ഒക്കെ ആലോചിക്കാണ്. ഹിയോണിന്റെ കൺമുന്നിൽ വെച്ചാണ് അവന്റെ കുട്ടിക്കാലത്ത് അന്നത്തെ രാജാവായിരുന്ന ഹിയോണിന്റെ അച്ഛന്റെ ഉത്തരവ് പ്രകാരം വലിച്ചിഴച്ച് കൊണ്ടുപോയി കൊല്ലാനായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് ഹിയോൺ ആകെ അപ്സെറ്റ് ആയി നടന്ന് കൊട്ടാരത്തിൽ ആ ഒരു അടുക്കള ഭാഗത്തിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും സ്റ്റാഫ് ഹിയോണിനോട് നടന്ന് റോയൽ കിച്ചന്റെ അടുത്ത് എത്തിയെന്ന് പറയുമ്പോഴാണ് താൻ എങ്ങനെ ഈ കിച്ചന്റെ അടുത്തേക്ക് എത്തിയെന്ന് മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് സങ്കടവും ദേഷ്യവും ഒക്കെ കാരണം ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയ ഹിയോൺ കിച്ചന്റെ അവിടെയാണല്ലോ താൻ വന്നു നിന്നത്, ഇവിടെയല്ലേ ജിയങ്ങുള്ളത്, എന്തുകൊണ്ടായിരിക്കും തന്റെ മനസ്സെപ്പോഴും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ താൻ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും സ്ട്രെസ്സിലും ഒക്കെ ആകുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി അവളെ കാണാനായി ഇങ്ങനെ എത്താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവന് തോന്നുന്നുണ്ട്. താൻ പോലും അറിയാതെ തന്റെ ഉള്ളിൽ അവളോട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് തോന്നുന്നു എന്ന് തിരിച്ചറിയുന്ന അവൻ അങ്ങോട്ടേക്ക് പോവാതെ വേഗം മടങ്ങി പോകുന്നു. അങ്ങനെ റൂമിലെത്തിയാകെ ഡെസ്പായിരിക്കുന്ന ഹിയോണിന്റെ അടുത്തേക്ക് ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ഒരു സ്റ്റാഫ് എത്തി പറയുമ്പോഴേക്കും എനിക്ക് ഭക്ഷണം വേണ്ട എന്നായിരുന്നു ഹിയോണിന്റെ മറുപടി. ഈ ഒരു കാര്യം കിച്ചണിലെ സ്റ്റാഫ്സ് അറിയുന്നു. ഹിയോൺ അങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ഒരാളല്ല, ആൾക്ക് ഭക്ഷണമൊക്കെ വളരെ ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, അപ്സെറ്റ് ആണെങ്കിലും സാധാരണ ഫുഡ് കഴിക്കുന്നതാണല്ലോ ഹിയോൺ, പക്ഷെ ഇതിപ്പോ എന്താ പറ്റി, അത്രയ്ക്ക് അപ്സെറ്റ് ആയി കാണുമോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും എന്തായാലും ഫുഡ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, കഴിക്കോ വേണ്ടയോ എന്ന് ഹിയോൺ ആ ഫുഡ് കണ്ട് തീരുമാനിക്കട്ടെ എന്ന് ജിയങ് പറഞ്ഞങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായി ഒരുങ്ങുന്നു. ഈ ഒരു ടീം ജിയങ്ങിന്റെ കൂടെ കോമ്പറ്റ് ചെയ്ത ഒരു ഷെഫിന്റെ കയ്യിലാണ് മോക്ജു ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെഫ് മോക്ജുവിന്റെ ഒരു അടുത്ത ആളായിരുന്നു, അതായത് എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു. ജിയങ് വന്ന ശേഷം ജിയങ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഇത് ചേർക്കണം, അത് ഹിയോൺ തന്നെ കഴിക്കണം എന്ന രീതിക്ക് ചില നിർദ്ദേശങ്ങൾ മോക്ജു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ബോട്ടിൽ കയ്യിൽ വെച്ചാൽ ഇത് ഫുഡിൽ ആഡ് ചെയ്യണോ വേണ്ടയോ, ജിയങ്ങിനെ അങ്ങനെ പ്രശ്നത്തിലാക്കണോ വേണ്ടയോ, മോക്ജു പറയുന്നത് കേൾക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആകെ കൺഫ്യൂഷനിലാണ്. എന്തായാലും അന്ന് ഉച്ചക്കത്തെ ഫുഡ് ആണെങ്കിലും ഈവനിങ്ങിലെ സ്നാക്സ് ആണെങ്കിലും രാത്രിയിലത്തെ ഡിന്നർ ആണെങ്കിലും ഒന്നും തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് അങ്ങനെ പട്ടിണിക്കിരിക്കുകയായിരുന്നു അന്ന് മുഴുവൻ ഹിയോൺ. ഇങ്ങനെ ഹിയോൺ ഫുഡിനെ റിജക്ട് ചെയ്ത് കളയുമ്പോൾ ആദ്യമൊക്കെ ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് ജിയെങ്കിലും എന്നാലും ഹിയോണിന് എന്തായിരിക്കും പറ്റിയത്, എന്തിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ ഹിയോണിനെ പറ്റി ആലോചിച്ച് അവൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന ചന്ദ്രനിൽ പോലും ഹിയോണിന്റെ മുഖമാണ് അവൾക്ക് കാണുന്നത്. അയ്യേ എനിക്കിത് എന്താ പറ്റിയത്, ഞാനെന്തിനാ ഇയാളെ പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, അയാൾ കഴിച്ചാ എന്താ കഴിച്ചില്ലെങ്കിൽ എന്താ, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ അവളുടെ ചിന്ത ഹിയോണിൽ നിന്ന് മാറ്റാനായി നോക്കുന്ന ഇതേ ടീം തന്നെ ഹിയോണും ജിയങ്ങിനെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അവൾ അവന് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി അത് സ്നേഹത്തോടെ അവന്റെ അമ്മ കൊടുക്കുന്ന കണക്ക് കൊടുക്കുന്നതൊക്കെയാണ് അവനിപ്പോ ആലോചിച്ച് നിൽക്കുന്നത്. എന്തായാലും അപ്പൊ നന്നായി വിശപ്പ് തോന്നുന്ന ഹിയോൺ ഫുഡ് ഉണ്ടാക്കാനായി ഉത്തരവിടുമ്പോ ആ ഉത്തരവ് കേട്ട് സന്തോഷം തോന്നുന്ന ജിയങ് വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഹിയോണിന് കൊണ്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ച് ഹിയോൺ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവൻ ആ ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവൻ ഫുഡ് കഴിച്ചതിലും അവൻ ആ ഫുഡ് ഇഷ്ടപ്പെട്ടതിലും വളരെ സന്തോഷം തോന്നുന്ന ജിയങ് അങ്ങനെ ഹാപ്പിയായി പുറത്തേക്ക് വരികയാണ്. പക്ഷെ പെട്ടെന്നാണ് അവൾ ഞാൻ എന്തിനാ അയാൾ എന്നെ കോംപ്ലിമെന്റ് ചെയ്തതിനോ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഫുള്ള് കഴിച്ചതിനൊക്കെ ഇങ്ങനെ ഹാപ്പി ആവുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അയാളെ പറ്റി ചിന്തിക്കേ വേണ്ടെന്നൊക്കെ അവളെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിരുന്നാലും അവൾക്ക് ഹിയോൺ ഫുഡ് കഴിച്ചതിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവളത് നടന്നു പോകുന്ന ആ ഒരു ചെറിയ തുള്ളിച്ചാടി പോകുന്ന രീതിയൊക്കെ കാണുമ്പോഴേ അറിയാം. എന്തായാലും അങ്ങനെ അവൾ പോകുന്ന കാഴ്ച ഹിയോൺ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അവളെ ഇത്ര ദൂരെ നിന്ന് കാണുമ്പോൾ പോലും ഒരു വല്ലാത്ത നെഞ്ചിടിപ്പും ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ അവന് തോന്നുന്നുണ്ട്. അവൻ അവളെ അങ്ങനെ പ്രണയിക്കാൻ ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജേസനെയാണ്. ജേസൺ ആളുടെ അണ്ടറിലുള്ള ഒരു മന്ത്രിയെ ചെന്ന് കാണുന്നു. ഈ മന്ത്രി ജേസന് വേണ്ടി ഹിയോണിനെതിരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ ജേസനോട് കൂടി ആലോചിക്കാതെ ഇയാളാണ് ഇടയ്ക്ക് വെച്ച് ഹിയോണിനെ അറ്റാക്ക് ചെയ്യാനായി ഒരാളെ പറഞ്ഞു വിട്ടിരുന്നത്. പക്ഷെ അറ്റാക്ക് ഒട്ട് സക്സസ് ആയും ഇല്ല. ഹിയോൺ ആകട്ടെ
ആ ഒരു കൊല്ലാൻ ശ്രമിച്ച ആളെ കാണാൻ കണ്ടുപിടിച്ച അതുവഴി തന്നിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് പേടിയാവുന്ന ജേസൺ തന്റെ ഒരു അനുവാദം പോലും ഇല്ലാണ്ട് ഇനി മേലാൽ ഒരു കാര്യവും ചെയ്തേക്കല്ലെന്ന് ആ മന്ത്രിയോട് ഷൗട്ട് ചെയ്യുന്നു. കൂടാതെ ആ ഒരു കൊല്ലാൻ ശ്രമിച്ച ആളിനെ എത്രയും പെട്ടെന്ന് കൊന്നുകളയാൻ നോക്കുന്ന ഒരു നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജേസൺ പോകുന്ന ടീം ആ മന്ത്രിയാട്ടെ അയാളുടെ ആ ഒരു സ്റ്റാഫിനെ ചെന്ന് കണ്ട് കുറച്ച് കാശ് കൊടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് നാട് വിട്ടുപോക്കും, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് അതുവഴി ജേസൺ പിടിക്കപ്പെടും എന്ന പേടിയിൽ അയാൾ നിന്നെ കൊല്ലാനായി ആളുകളെ വിട്ടെന്നിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ രക്ഷപ്പെട്ടു പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് കാശ് അയാൾക്ക് കൊടുത്ത് പോകുന്ന ടീം ആ കാശും എടുത്ത് ആ കൊലയാളി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മുന്നേ വന്ന മന്ത്രിയെ ഫോളോ ചെയ്ത് ജേസന്റെ സ്റ്റാഫ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ജേസൺ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത ഈ മന്ത്രി തീർച്ചയായും അയാളുടെ ആ ഒരു സ്റ്റാഫിനെ കാണാൻ പോകുമെന്നും അതുവഴി അയാളെ കണ്ടെത്തി കൊന്നുകളയാമെന്നും ജേസന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തത് പ്രകാരമാണ് അവർ ആ മന്ത്രിയെ ഫോളോ ചെയ്ത് വന്ന് മന്ത്രി ഇയാളെ കാണുന്നത് കണ്ട് മനസ്സിലാക്കി ഇയാളെ ഇപ്പൊ കൊല്ലാനായി ശ്രമിക്കുന്നത്. പക്ഷേ ജേസന്റെ ആ ഒരു ശിങ്കിടികളെ ഒക്കെ തന്നെ നിലംപരിശാക്കി അവിടെ നിന്ന് ആ ആദ്യത്തെ കൊലയാളി രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം. ആക്ച്വലി ഇയാൾ ഒരു കൊലയാളി എന്ന് പറയാൻ കഴിയില്ല. ഇയാൾ ആ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹിയോണിനെ കൊല്ലാനായി നോക്കി, പക്ഷെ അത് സക്സസ് ആയില്ല. എന്തായാലും അയാൾ ഇപ്പൊ മാറി നിന്ന് ഒരു സ്ഥലത്ത് ആ ഒരു മുഖംമൂടിയൊക്കെ മാറ്റി നിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് മറ്റാരുമല്ല ഗോങ് ആയിരുന്നു. ഈ ഒരു കാഴ്ച ആദ്യം വല്ലാതെ ഞെട്ടിച്ചു. കാരണം ഗോങ് ഹിയോണിന്റെ വിശ്വസ്തനല്ലേ, ഹിയോണിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരാളല്ലേ, എന്നിട്ട് ഈ ഗോങ് തന്നെ ഹിയോണിനെ കൊല്ലാൻ നോക്കുന്നു എന്ന് ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും പിന്നീടാണ് മനസ്സിലായത് ആക്ച്വലി ഹിയോണിന്റെ ശത്രുക്കളുടെ കൂടെ രഹസ്യമായി നിന്ന് അതിൽ ആരാണ് ഹിയോണിന്റെ യഥാർത്ഥ ശത്രു എന്നത് കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഗോങ്. അതായത് ഗോങ് യഥാർത്ഥത്തിൽ ഹിയോണിന്റെ ശത്രുവല്ല, മറിച്ച് ഹിയോണിന്റെ ശത്രുക്കൾ ആരാണ്, എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാനായി ഹിയോണിന്റെ ശത്രുക്കൾ എന്ന ഡൗട്ട് ഉള്ളവരുടെ കൂടെ അങ്ങനെ മുഖമൊന്നും വെളിപ്പെടുത്താതെ ഇതുപോലെ വാടക കൊലയാളി എന്ന രീതിയിലൊക്കെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഗോങ്ങിന്റെ ഒരു ശ്രമമാണിതെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇതിലൂടെ ജേസൺ ഹിയോണിനെ കൊല്ലാനായി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഗോങ്, പക്ഷെ ഹിയോൺ ഒരിക്കലും ജേസനെ ഹിയോണിന്റെ ശത്രുവായി കാണുന്നില്ല, അല്ലെങ്കിൽ തന്നെ കൊല്ലാനായി ജേസൺ ശ്രമിക്കുമെന്നും കരുതുന്നില്ല എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിക്കാത്ത രീതിയിലേക്ക് ട്വിസ്റ്റ് ഒക്കെ റിവീൽ ആവുന്നുണ്ട്. അപ്പോൾ ജേസൺ ഹിയോണിനെ കൊല്ലാനായി ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കൺഫേം ആയിരിക്കുന്നു എന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു. എന്തായാലും പിന്നീട് അറ്റംപ്റ്റ് ഫെയിലായി ഹിയോണിനെ കൊല്ലാനായി ആദ്യം ശ്രമിച്ച അയാളെ കൊല്ലാൻ സാധിച്ചില്ല എന്ന് ജേസൺ ഇപ്പൊ വിട്ട് ആ സ്റ്റാഫ് എത്തി ജേസന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ജേസന് ഭയങ്കര കലിപ്പ് വരുന്നു. നല്ലൊരു അവസരം നീയൊക്കെ പാഴാക്കിയില്ലേ, ഹിയോണിനെ കൊല്ലാനായി ശ്രമിച്ച അയാളെങ്ങാനും ഹിയോണിന്റെ പിടിയിലായാല് അതുവഴി എന്നിലേക്ക് ഹിയോൺ എത്തും, ഞാൻ ഇത്രയും നാള് അവന്റെ മുന്നിൽ അഭിനയിച്ച് നിന്നതൊക്കെ വെറുതെ ആവും, അവൻ എന്നെ കണ്ടെത്തിയാല് എന്റെ ചതി അവൻ മനസ്സിലാക്കിയാല് എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിലാവുന്നുണ്ട്. എന്തായാലും ജേസൺ അന്ന് കൊട്ടാരത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം മോക്ചു അറിയുമ്പോഴേക്കും അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. കാരണം അവൾ ജേസന്റെ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ജേസൺ വരുന്നത് പ്രകാരം സ്പെഷ്യലായി ചില ഡിഷൊക്കെ തയ്യാറാക്കാനായി തോഴി വഴി ആ ഒരു നിർദ്ദേശം റോയൽ കിച്ചന്റെ അവിടേക്ക് എത്തിക്കുമ്പോഴേക്കും ഓൾറെഡി ജേസൺ കൊട്ടാരത്തിലേക്ക് വരുന്നത് കൊണ്ടും ജേസൺ റോയൽ ഫാമിലിയിൽ ഒരു മെമ്പർ ആയതുകൊണ്ടും ജേസന് വേണ്ടി പ്രത്യേകം ഡിഷ് തയ്യാറാക്കാൻ ഓൾറെഡി അവിടെ ഒരു സ്റ്റാഫ് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന ഡിഷ് തന്നെ വേണമെന്നും പറഞ്ഞ് തന്റെ തോഴി വഴി ആ ഒരു നിർദ്ദേശം പെട്ടെന്ന് തന്നെ കിച്ചന്റെ അവിടേക്ക് മോക്ജു എത്തിക്കുന്നത്. പക്ഷെ മോക്ജു പറഞ്ഞ ഡിഷ് തയ്യാറാക്കാനായി ജി എങ്ങനെ മനസ്സില്ല, അതുകൊണ്ട് തന്നെ ജീങ് അവളുടെ സ്വന്തമായ രീതിയിൽ ഡിഷ് തയ്യാറാക്കുന്നു. അത് അവൾ ഹിയോണിനെ മുന്നിക്കിട്ടാണ് തയ്യാറാക്കുന്നത്, വേണമെങ്കിൽ മറ്റാക്കും കൊടുക്കാം. എന്തായാലും മോക്ജു പറഞ്ഞ ഡിഷ് അവിടെ വേറെ ഷെഫുമാരുണ്ടല്ലോ അവര് തയ്യാറാക്കട്ടെ എന്നാണ് ജി അങ്ങ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പിന്നീട് കിച്ചന്റെ അവിടേക്ക് ഫുഡൊക്കെ ആയോ എന്ന് അറിയാനായി വന്ന് നോക്കുന്ന മോക്ജു അവൾ പറഞ്ഞ ഡിഷ് മറ്റു ഷെഫുമാര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടെങ്കിലും ജിയങ് അവളുടെ സ്വന്തമായ രീതിയിൽ ഒരു ഡിഷ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അതിൽ കലിപ്പ് വന്ന് അത് തട്ടിയിട്ടിട്ട് പോകുമ്പോൾ ആക്ച്വലി ജിയങ് തയ്യാറാക്കിയതിന്റെ കുറച്ച് ഭാഗം മാത്രമേ അവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തട്ടിയിട്ട് പോയതിൽ കലിപ്പുണ്ടെങ്കിലും വേറെ എടുത്തു വെക്കാലോ, അതിൽ ടെൻഷനൊന്നും ഇല്ല. അങ്ങനെ പിന്നീട് ജേസൺ ഹിയോണിനോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർ റെഗുലർ ചെക്കപ്പിന് വേണ്ടി വന്നിരുന്നു. ഹിയോണിനെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം ഡോക്ടർ പറഞ്ഞിട്ട് പോകുമ്പോൾ ജേസൺ അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹിയോൺ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാലല്ലേ ജേസൺ അധികാരം കിട്ടും. എന്തായാലും ആ ഒരു ടൈം അവിടേക്ക് ഫുഡ് എടുക്കട്ടെ എന്ന് സ്റ്റാഫ് ചോദിക്കുമ്പോഴേക്കും ഹിയോൺ ഓൾറെഡി ജിയങ്ങിന്റെ ഫുഡ് കഴിക്കാൻ എക്സൈറ്റഡ് ആണ്. പക്ഷെ അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ജേസൺ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു പുതിയ ഷെഫ് വന്നിട്ടുണ്ട്, ആളുടെ ഫുഡ് സൂപ്പർ ആണെന്നൊക്കെ കേട്ടുകേൾവിയല്ലേ ഉള്ളൂ, ജേസന് കഴിച്ചറിയില്ലല്ലോ. അതുകൊണ്ട് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദ്യം ഫുഡും കൊണ്ട് മോക്ചു ആണ് വരുന്നത്. മോക്ചു അങ്ങോട്ടേക്ക് വരുന്നതേ ഹിയോൺ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവളുടെ ഫുഡ്, അതായത് അവൾ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിലും അവളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഫുഡൊന്നും കഴിക്കാനായി അവന് അപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് ജിയങ്ങിന്റെ ഫുഡ് മതി. പക്ഷെ മോക്ചു വലിയ ആള് കളിച്ച് അവളുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവരുന്ന ഫുഡിനെ പറ്റി ഭയങ്കര വാദം വരാതെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ സെർവ് ചെയ്യുമ്പോഴേക്കും അത് ഒരു ഓർഡിനറി ഐറ്റം അത്രേ ഹിയോണിനും ജേസണിനും തോന്നുള്ളൂ. പക്ഷെ ജിയങ് കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഒരു ഭംഗി കാണുമ്പോഴേ രണ്ടുപേരുടെയും മനസ്സും വയറും നിറയുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കേട്ടുകേൾവികൾക്കും അപ്പുറമാണ് അവളുടെ ഭക്ഷണം എന്നത് ജേസനും മനസ്സിലാവുന്നു. അങ്ങനെ ജേസനും ഹിയോണും വയറും മനസ്സും നിറച്ചത് കഴിക്കുന്നുണ്ട്. കൂടാതെ ജേസൺ വളരെയധികം ജിയങ്ങിന്റെ ഫുഡിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ജിയങ്ങിന് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇത് ടീം മോക്ചു ആവട്ടെ ജേസനെയും ഈ ഫുഡ് വഴി ജിയങ് മയക്കിയെടുക്കുമെന്ന് ആകെ ഒരു കലിപ്പിൽ അത് കേട്ടിരിക്കുകയാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മൂവി മാനിയ മൂവീസ് എന്ന നമ്മുടെ ചാനലിൽ അവർ ഫോൾഡ് എന്ന വളരെ അടുത്ത
ഒക്കെ റിലീസായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.